കോട്ടയം നഗരത്തിലെ പഴയ ബോട്ട് ജെട്ടി നവീകരിച്ച് നിർമ്മിച്ച വാട്ടർ ഹബ്ബാക്കാനുള്ള പദ്ധതി എങ്ങുമെത്തിയില്ല. 8 കോടി രൂപ മുടക്കി നിർമ്മിച്ച പദ്ധതിയാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. മാലിന്യങ്ങളും പുല്ലും പോളയും ഒക്കെ നിറഞ്ഞ സമീപത്തെ തോടും രോഗവ്യാപന ഭീതി ഉയർത്തുന്നുണ്ട്. ടൂറിസം മേഖലയിൽ കോട്ടയത്തിന്റെ മുഖമായി മാറുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പദ്ധതിയായിരുന്നു കോട്ടയം കച്ചേരിക്കടവ് വാട്ടർ ഹബ്ബ്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പഴയ ബോട്ട് ജെട്ടി നവീകരിച്ച് വാട്ടർ ഹബ്ബ് ആക്കുന്ന പദ്ധതി കൊണ്ടുവന്നത്. 8 കോടിയോളം രൂപ മുടക്കി 1.5 ഏക്കർ സ്ഥലത്ത് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഉടമസ്ഥതയിലാണ് പദ്ധതി നിർമ്മിച്ചത്. സൗന്ദര്യവൽക്കരണം അടക്കം വലിയ രീതിയിലുള്ള നവീകരണമാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ കച്ചേരിക്കടവ് ബോട്ട് ജെട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. കുട്ടികൾക്കായി ഒരുക്കിയ പാർക്കിലെ ഇരിപ്പിടങ്ങളെല്ലാം നശിച്ചു. തോട്ടിൽ പോളയും പുല്ലും നിറഞ്ഞതോടെ ജലഗതാഗതം പൂർണ്ണമായും നിലച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ് ഇവിടെ. ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. അഴിമതി നടത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന പദ്ധതിയാണെന്ന ആരോപണമാണ് ഇതോടെ ഉയർന്നു വരുന്നത്. 8 കോടി രൂപ മുടക്കി 10 കൊല്ലം മുമ്പ് അന്നത്തെ UDF സർക്കാർ ഒരു വാട്ടർ ഹബ്ബ് എന്ന പേരിൽ പദ്ധതി ഉണ്ടാക്കിയത്. അവിടെ ഇഷ്ടംപോലെ വാക്കുവയും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും മൂക്കുപൊത്താതെ നടക്കാനാവാത്ത സാഹചര്യമാണുള്ളത്. കേരള സർക്കാർ 5 കൊല്ലം മുമ്പ് അത് ശുചീകരിച്ചെടുത്തെങ്കിലും വീണ്ടും മാലിന്യം നിറഞ്ഞ് അത് നാശമോശമായി കിടക്കുകയാണ്. ആദ്യമായിട്ട് മുനിസിപ്പൽ ഓടകൾ, അവിടേക്ക് എത്തുന്ന ഓടകൾ ഗതി മാറ്റുകയോ അല്ലെങ്കിൽ അതിലേക്ക് മാലിന്യം വരുന്നത് തടയുകയോ ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിക്കണം. അത് കോട്ടയത്ത് നഗരസഭ ആണ് മുൻകൈ എടുക്കേണ്ടത്. യാതൊരു പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടില്ല. വെള്ളം ശുദ്ധീകരിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായില്ല. മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. പകർച്ചവ്യാധികളും പ്രദേശത്ത് പടർന്നു പിടിക്കുന്നുണ്ട്. ഒരു കാലത്ത് കോട്ടയത്തിന്റെ വാണിജ്യ വ്യാപാര മേഖലയിൽ നിർണായക പങ്ക് വഹിച്ച ഒരു ബോട്ട് ജെട്ടിയാണിത്. എന്തായാലും ആ പഴയ പ്രൗഢി തിരിച്ചെടുക്കാൻ കഴിയുന്ന നടപടികളെല്ലാം സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും പദ്ധതി വെറുതെ കിടന്ന് നശിക്കുന്നത് മൂലം പ്രദേശവാസികൾക്കും വലിയ ദുരിതമാണ്. മാലിന്യം കുന്നുകൂടി മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ഓളയും കയറി ടൗണിലൂടെ അഴുക്ക് മുഴുവൻ വന്ന് ചാടി നകന്ന് കിടക്കുക. ബോട്ട് വരാൻ ഒരു നിർവാഹവുമില്ല. അല്ലെങ്കിൽ ഈ ഓട അവിടുത്തെ ഓട 2 ഓട ഇവിടുന്ന് മാറണം. അത് മാറ്റുവാണെങ്കിൽ വന്ന് ട്രെജർ വന്ന് മണ്ണൊക്കെ അടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബോട്ടൊക്കെ കയറി വരാൻ പറ്റും. വലിയ പദ്ധതിയാണെന്ന് പറഞ്ഞ് കുറെ കാശ് കൊണ്ടുവന്നു. ഇവിടുത്തെ MLA അതിൻ്റെ ആള് MLA അടിച്ചു മാറ്റിയല്ല തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.